ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ റൂമിലുള്ള രൂപക്കൂട്. എനിക്ക് ഇച്ചാനുണ്ടായി തന്നെയാണിത്. നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വലിയ ഗംഭീരമായിട്ടുള്ള രൂപക്കൂടൊന്നും പണിയാൻ പറ്റില്ല. നമ്മുടേതായ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കാണുന്നത് ഒരു കുരിശുണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ, അതാണ് ഇവിടുത്തെ ഓശാനയ്ക്ക് കിട്ടുന്ന കുരുത്തോല കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇങ്ങനെ കുരിശായിട്ടാണ് അവർ തരിക. പിന്നെ ഒരു മലയാളം ബൈബിൾ, സമ്പൂർണ്ണ ബൈബിളുണ്ട്. പിന്നെ ഇതാ തിരുക്കുടുംബവും തിരുഹൃദയത്തിൻ്റെ ഈശോയും കൃപാസന മാതാവും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബൈബിൾ, ഒരു സമ്പൂർണ്ണ ബൈബിളും ഒരു ചെറിയ പുതിയ നിയമം മാത്രമുള്ള ബൈബിളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ആളാണ് ഞാൻ. അപ്പോൾ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനാ ബുക്കുണ്ട്. പിന്നെ അതിൻ്റെ പുറകിൽ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ഒരു പ്രയർ ബുക്കാണ്. ഇത് ഇവിടുത്തെ പള്ളിയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്ക് ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം, അതുപോലെ തന്നെ ഉടമ്പടി മെഴുകുതിരിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു സെൻറ്റഡ് ക്യാൻഡിലാണ്, അത് ഇവിടുന്ന് ഞാൻ മേടിച്ചതാണ്. പിന്നെ ആ വലിയ മാതാവില്ലേ, ആ മാതാവിന് നമ്മളിപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ അവിടെ ഉറങ്ങുന്ന ഒരു ഔസേപ്പിതാവിൻ്റെ രൂപമുണ്ട്. ഉറങ്ങുന്ന ഔസേപ്പിതാവിനോട് പ്രാർത്ഥിച്ച എന്ത് കാര്യവും നടക്കും എന്ന് ഈ കഴിഞ്ഞ ദിവസം പള്ളിയിൽ അച്ഛൻ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അപ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ രൂപം, പ്രധാനമായിട്ട് ഔസേപ്പിതാവ് സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമാണെന്നാണ് ഞാൻ അച്ഛൻ പറയുന്നത് കേട്ടത്. ഇതൊരു ക്യൂട്ടായിട്ടുള്ളൊരു തിരുക്കുടുംബത്തിൻ്റെ രൂപമാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു മാലാഖക്കുഞ്ഞുണ്ട്. മാലാഖക്കുഞ്ഞിനൊരു സ്റ്റോളിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഇത് ഒരു ഉണ്ണീശോയാണ്. എനിക്ക് 5ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചപ്പോൾ മുതലുള്ള എൻ്റെ കൂടെയുള്ളൊരു ഉണ്ണീശോയാണിത്. ഇത്രയും കാലമായിട്ട് ഞാൻ എവിടെ പോയാലും, ഹോസ്റ്റലിൽ പോയപ്പോഴും അവിടെയും എവിടെ പോയാലും ഞാൻ ഈ ഉണ്ണീശോനെയും കൊണ്ടേ നടക്കാറുള്ളൂ. എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഉണ്ണീശോയാണിത്. പിന്നെ അതുപോലെ തന്നെ ആ കുഞ്ഞുമാലാഖനെ ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞുമാലാഖയായിരുന്നു. നമ്മുടെ ഗാർഡിയൻ ഏഞ്ചലായിട്ട് ഇങ്ങനെ അവിടെ വെച്ചേക്കുവാണ്. പിന്നെ അതിൻ്റെ പുറകിൽ നമ്മുടെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ വിശുദ്ധ വസ്തുക്കളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു അൽഫോൻസാമേൻ്റെ തിരുശേഷിപ്പും കൂടിയാണ് അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രൂപക്കൂടെന്ന് പറയുന്നത്. പിന്നെ കുഞ്ഞ് 2 മാതാവും കൂടെയുണ്ട്. പിന്നെ കൈകൊണ്ട് തുന്നിയൊരു സൂര്യകാന്തി പൂവുണ്ട്. അപ്പോൾ എൻ്റെ വിശുദ്ധ കുരിശും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ രൂപക്കൂട്. ഇഷ്ടമായോ?